ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുന്ന മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഉറപ്പായും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് ഒരുപാട് നാളായിട്ട് പോണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണ് തിരുമാന്ധാംകുന്ന്. അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. നമ്മളൊരു 8:45 ആയപ്പോഴത്തേക്കും നമ്മളവിടെ എത്തി. ഏകദേശം ഒരു 1.25 മണിക്കൂറത്തെ ഡ്രൈവിംഗ് ഉണ്ട് കേട്ടോ തിരൂരിൽ നിന്ന് തിരുമാന്ധാംകുന്നിലേക്ക്. അപ്പോൾ നമ്മൾ വളരെ മലപ്പുറത്ത് വരുന്നതിന് മുമ്പേ വളരെയധികം കേട്ട് പരിചയവും പ്രസിദ്ധവുമായിട്ടുള്ള ഒരു അമ്പലമാണ് തിരുമാന്ധാംകുന്ന്. അതായത് നമ്മുടെ മാമാങ്കത്തിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ മാമാങ്കത്തിന് ചാവേറുകൾ പുറപ്പെടുന്നത്, നമ്മുടെ സാമൂതിരിയെ വധിക്കാൻ വേണ്ടിയിട്ട് ചാവേറുകൾ പുറപ്പെടുന്നത് ഈ തിരുമാന്ധാംകുന്നിൽ വന്ന ദേവിയെ തൊഴുത് 41 ദിവസത്തെ ഭജനം ഇരുന്നിട്ടാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുമാന്ധാംകുന്ന് പ്രസിദ്ധമായ മറ്റൊരു ഇതാണ് നമ്മുടെ മാംഗല്യ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് വിവാഹം താമസിക്കുന്ന ആൾക്കാർ അവിടെ നേർന്നിട്ട് അവിടെ പോയി പൂജ നടത്തുമ്പോൾ പെട്ടെന്ന് വിവാഹം നടക്കുന്നു എന്നൊക്കെ ഒരു വിശ്വാസവും ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ വളരെ പ്രസിദ്ധമായിട്ടൊരു അമ്പലമാണ് തിരുമാന്ധാംകുന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ മലപ്പുറത്ത് വന്നപ്പോൾ തൊട്ടേ പോകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 3 മാസങ്ങൾക്കിപ്പുറമാണ് നമുക്കതിനുള്ളൊരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്നൊക്കെ ഉള്ളത് അറിയാനൊരു ക്യൂരിയോസിറ്റി. ഇതുവരെ നമ്മൾ എല്ലാ അമ്പലത്തിലും പോയി തൊഴുതും അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങ് വരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ തിരുമാന്ധാംകുന്നിൽ പോയപ്പോഴത്തേക്കും അത്രയും പ്രസിദ്ധമായ അവിടെ ഒരുപാട് ചടങ്ങുകളും പൂജകളും ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ആൾ നമുക്കെല്ലാം വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മുമ്പോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും എന്താണ് അവിടുത്തെ ഐതിഹ്യം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പോൾ അവിടെ നമ്മൾ 2-3 ആൾക്കാരടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ആ ക്ഷേത്രം എങ്ങനെയാണ് വന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം തിരുമാന്ധാംകുന്നിലെ അമ്പലത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാന്ധാതാവ് എന്ന് പറയുന്ന ഒരു മഹർഷിയെ പറ്റി അറിയണം. അപ്പോൾ മാന്ധാതാവ് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കാലത്ത് അയോധ്യ ഭരിച്ചിരുന്ന സൂര്യവംശജനായ യുവനാശ്വൻ എന്ന രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 100 പത്നിമാരുണ്ടായിരുന്നിട്ടും പക്ഷെ അതിലൊന്നും ഒരു മക്കളും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഒരു ഇന്ദ്രദൈവതം എന്ന് പറയുന്ന ഒരു യജ്ഞം നടത്തി. ആ യജ്ഞത്തിൽ ഒരു കലശത്തിൽ നിറയെ ജലമൊക്കെ ഇങ്ങനെ പൂജിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ യജ്ഞം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു രാജാവിന് ഭയങ്കരമായിട്ട് ദാഹം വന്നപ്പോഴത്തേക്കും രാജാവ് ആ കലശത്തിലെ ജലം എടുത്ത് കുടിച്ചു. യഥാർത്ഥത്തിൽ അത് പത്നിമാർക്കുള്ള ജലമായിരുന്നു. കാരണം ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ട് പത്നിമാർക്ക് വേണ്ടി വെച്ചിരുന്ന ജലമായിരുന്നു. പക്ഷേ വെള്ളം ദാഹിച്ചപ്പം രാജാവ് എടുത്ത് കുടിച്ചത് കാരണം രാജാവ് ഗർഭം ധരിച്ചു. 10 മാസം തികഞ്ഞപ്പോൾ യുവനാശ്വൻ്റെ ആ ഒരു ഉദരത്തിൻ്റെ വലതുഭാഗം ഭേദിച്ച് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ ആൺകുഞ്ഞിനെയാണ് മാന്ധാതാവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അച്ഛന് ശേഷം അദ്ദേഹമായിരുന്നു രാജ്യഭരണമൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ ഒരുപാട് നാളത്തെ നല്ല രീതിയിലുള്ള ഭരണത്തിന് ശേഷം അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ച് പരമപദം പ്രാപിക്കാൻ ഇച്ഛിച്ച് പരമശിവനെ തപസ് ചെയ്തു. അങ്ങനെ തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടമുള്ള വരം ചോദിച്ചു. അപ്പോൾ മാന്ധാതാവ് ആവശ്യപ്പെട്ടത് തൻ്റെ ദേഹത്യാഗം നടക്കുന്നത് വരെയും തനിക്ക് പൂജിക്കാൻ വേണ്ടിയിട്ട് മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചിഹ്നം നൽകണമെന്നായിരുന്നു. അപ്പോൾ മഹാദേവൻ മാധാതാവിൻ്റെ ഭക്തിയിൽ സംപ്രീതനായിട്ട് തൻ്റെ പത്നി പാർവതി ദേവി വച്ച് ആരാധിച്ചു പോരുന്ന ഒരു ശിവലിംഗം മാന്ധാതാവിന് നൽകി. അപ്പോൾ ഈ മാന്ധാതാവ് മഹർഷി കിട്ടിയ ശിവലിംഗവും ശിരസിൽ വെച്ച് കൈലാസത്തിൽ നിന്നും ഇങ്ങനെ യാത്ര തിരിച്ച് അപ്പം ഒരു കുന്നിൻ്റെ മുകളിൽ വന്നു ചേർന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ശിരസിൽ വെച്ചിരുന്ന ആ ഒരു ശിവലിംഗത്തിന് കൂടുതൽ ഭാരം തോന്നുകയും മാന്ധാതാവ് ആ ശിവലിംഗം താഴെ വയ്ക്കവേ അത് ഭൂമിയിൽ അങ്ങ് ഉറച്ചു പോവുകയും ചെയ്തു. ശ്രീപാർവതി നീരാട്ടിന് പോയ സമയത്താണ് പരമശിവൻ ശിവലിംഗം മാന്ധാതാവിന് വരമായി നൽകിയത്. പതിവ് പോലെ പൂജാസമയമായപ്പോൾ പാർവതി ദേവി തൻ്റെ പ്രിയപ്പെട്ട ശിവലിംഗം കാണാൻ കഴിയാതെ ശ്രീപാർവതി ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ അത്രയും ജന്മങ്ങളായിട്ട് താൻ നിത്യപൂജ നടത്തി വരുന്ന ആ ഒരു ശിവലിംഗം തനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് ഭർത്താവിനോട്, അതായത് മഹാദേവനോട് പാർവതി ദേവി പരാതിപ്പെട്ടു. അപ്പോൾ മഹാദേവൻ പറഞ്ഞത് ഒരിക്കലൊരു ഭക്തന് കൊടുത്തത് തിരിച്ചു ചോദിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. പക്ഷെ പാർവതിക്ക് കഴിയുമെങ്കിൽ കിട്ടാനുള്ള മാർഗം ആരായുന്നതിൽ മഹാദേവന് പരാതിയുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ശ്രീപാർവതി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭദ്രകാളിയെ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച് എത്രയും വേഗം തന്നെ ഭൂതഗണങ്ങളോടൊത്തുപോയി എങ്ങനെയെങ്കിലും ഏത് വിധേനയെങ്കിലും ആ ശിവലിംഗം തിരികെ കൊണ്ടുവരാൻ പാർവതി ദേവി ഭദ്രകാളിയോട് ആജ്ഞാപിച്ചു. അപ്പോൾ
മാന്ധാതാവ് മഹർഷിയാൽ പ്രതിഷ്ഠിതവും അതുപോലെ തന്നെ ആരാധിതവുമായിട്ടുള്ള ആ ഒരു ശിവലിംഗത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ഒരു ശക്തിയേറിയ കാന്തി പ്രസരത്താൽ കണ്ണുമഞ്ഞളിച്ച ഭദ്രകാളിക്കും ഭൂതഗണങ്ങൾക്കും ആദ്യം ഈ ഒരു മല കയറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ മലയുടെ താഴത്ത് നിന്നായിരുന്നു അവർ യുദ്ധം ചെയ്തിരുന്നത്. അസ്ത്രങ്ങളും മഴുകളും തുടങ്ങിയവരെല്ലാം ഇങ്ങനെ മുകളിലേക്ക്, ആ കുന്നിൻ്റെ മുകളിലേക്ക് വർഷിക്കാൻ തുടങ്ങി. ആ സമയത്ത് മാന്ധാതാവിൻ്റെ പരിചരണത്തിനെത്തിയ മുനികുമാരന്മാർ ആവണപ്പലകൾ കൊണ്ടും രാമച്ച വിശറി കൊണ്ടും ഒക്കെ ഒന്ന് ചെറുത്തു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും രക്ഷയില്ലെന്ന് കണ്ട സമയത്ത് ആ സമയത്ത് അവിടെ ഒരുപാട് വള്ളികളിൽ ആട്ടങ്ങകൾ എന്ന് പറഞ്ഞിട്ടൊരു നിറച്ചു ഇങ്ങനെ കാച്ചു കിടപ്പുണ്ടായിരുന്നു. ആ ആട്ടങ്ങകൾ പറിച്ചെടുത്ത് താഴേക്ക് എറിയാൻ തുടങ്ങി. അപ്പം മഹർഷിയുടെ ആ ഒരു മന്ത്രശക്തിയാലും ശിവഭക്തിയാലും ഒക്കെ ഈ ആട്ടങ്ങകളിലെ ഓരോ വിത്തും ഓരോ ദിവ്യാസ്ത്രമായിട്ട് പരിണമിക്കുകയും ഭദ്രകാളിയെയും സൈന്യത്തെയും ഒന്ന് തളർത്തുകയും ഒക്കെ ചെയ്തു. ഈ ഒരു 15 ദിവസം നീണ്ടു നിന്ന ആ ഒരു യുദ്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തുലാമാസത്തിലുള്ള 1-ാം തീയതികളിൽ, പ്രത്യേകിച്ച് കറുത്ത വാവിൻ നാളിലും രാവിലെ 12 മുമ്പ് ആചരിച്ചു വരുന്ന ആട്ടങ്ങാർ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അതായത് ഈ ആട്ടങ്ങ വെച്ചിട്ട് എറിഞ്ഞ് യുദ്ധം ചെയ്തില്ലേ, ആ ഒരു ചടങ്ങിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ യുദ്ധത്തിന് ഈ ഒരു 15 ദിവസം നീണ്ടു നിന്ന യുദ്ധം കഴിഞ്ഞിട്ടും രക്ഷയില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ഭദ്രകാളി തൻ്റെ വിശ്വസ്വരൂപം ഇങ്ങനെ കാണിച്ചു. അത് കണ്ടപ്പോൾ മാന്ധാതാവ് മഹർഷിയുടെ ശിഷ്യന്മാരെല്ലാം ബോധരഹിതരായി. അങ്ങനെ മാന്ധാതാവ് മഹർഷി ശിവലിംഗത്തെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. എന്ത് ചെയ്യും എന്നുള്ളത്, മഹാദേവനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ശ്രീ പാർവതിയുടെ ആജ്ഞ അനുസരിച്ച് ശിവലിംഗം തട്ടിയെടുക്കാൻ കാളി മുതിർന്നു. തൽഫലമായിട്ട് ആ ഒരു ശിവലിംഗം 2ആയിട്ട് പിളർന്നു. ആ സമയത്ത് അവിടെ ശ്രീപാർവതി പ്രത്യക്ഷപ്പെടുകയും മാന്ധാതാവിനോട് പറഞ്ഞു, അതായത് തനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ഈ ഒരു വിഗ്രഹം, എന്നിരിക്കലും ഇത്രയും ഭക്തനായ അങ്ങിൽ നിന്ന് ഇത് തിരികെ വാങ്ങിക്കൊണ്ടുപോകാൻ ഞാൻ ശക്തയല്ല. അതുകൊണ്ട് ഇതിനെ വിട്ടുപിരിയുക എന്നതും അസാധ്യമാണ്. അതുകൊണ്ട് ഞാനും ഈ വിഗ്രഹത്തിൽ ലയിച്ച് ഇവിടെ നിത്യസാന്നിധ്യം കൊള്ളുവാൻ അഭിലാഷിക്കുന്നു എന്ന് പാർവതീദേവി പറഞ്ഞു. അപ്പോൾ നമ്മുടെ തിരുമാന്ധാംകുന്നിൽ നമ്മൾ കയറി വരുമ്പോൾ ആദ്യം കാണുന്നതാണ് മൂലസ്ഥാനത്താണ് ഉമയും മഹേശ്വരനും ഉമാമഹേശ്വരനായിട്ട് ആ ഒരു പിളർന്ന ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ അവിടെ കുടികൊള്ളുന്നത്. ഈ ഒരു കഥയൊക്കെ നമുക്ക് പ്രമോദ് എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് പറഞ്ഞു തന്നത്. അദ്ദേഹം പറഞ്ഞ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ വോയിസ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളും കൂടി ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. വടക്കേ നട, ഇത് നട തെക്കാണ്. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറാണ്. ഇത് ആറാട്ട് കടവാണ്. ആ സ്റ്റെപ്പ് ഇറങ്ങി ലാസ്റ്റിൽ വരുന്ന വലിയൊരു നമ്മൾ പോയായിരുന്നു അവിടെ. ഇതൊരു കല്ലുപാലുണ്ട്, ഹിസ്റ്ററിയാണ്. അത് കണ്ടുന്നത് തെക്കേ നട, തെക്കേ നട, വടക്കേ നട, കിഴക്കേ നട, പടിഞ്ഞാറ് നടയില്ല. ആദ്യം ഇവിടെ എത്തുന്നത് തന്നെ ഇവിടെ ഈ ശ്രീമൂലസ്ഥാനത്താണ്. ശ്രീമൂലസ്ഥാനം ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടെ മാന്ധാതാവ് മഹർഷിയുടെ സാന്നിധ്യം ആദ്യമായിട്ട്. മാന്ധാതാവ് മഹർഷി അവരെയും പ്രതിഷ്ഠ അവിടെയുണ്ട്. ദിവസവും രാവിലെയും വൈകിട്ടും അവിടെ ആണ്ടുപൂജയും കൊല്ലത്തിൽ. അവരാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പ്രതിഷ്ഠയാണ് ഇവിടെ ശ്രീമൂലസ്ഥാനത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് ശിവപാർവതി സ്വയംഭൂ പ്രതിഷ്ഠയാണ്. അതിന് നേരെ ബാക്കിലാണ് പടിഞ്ഞാട്ട് ദർശനമായിട്ട് ഗണപതി. ഇവിടെ ആദ്യം മാന്ധാതാവ് മഹർഷിയുടെ അവിടെ തൊഴുത് ശ്രീമൂലസ്ഥാനത്ത് ശിവപാർവതിയും തൊഴുത് തെക്ക് ഭാഗം പ്രദക്ഷിണം വെച്ച് ബാക്കിൽ ഗണപതി തൊഴുത് പടിഞ്ഞാറ് വശം പ്രദക്ഷിണം വെച്ച് വടക്കേ നട. അവിടുന്നാണ് അവിടെ ഒരു ആൽപ്രദക്ഷിണമുണ്ട് ഗണപതിക്ക്. അവിടുന്നാണ് അവിടെ വലം വെച്ചിട്ടാണ് അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അകത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വടക്കോട്ട് ദർശനമായിട്ട് ഭദ്രകാളി. പ്രദക്ഷിണം വെക്കുമ്പോൾ വടക്കോട്ട് തന്നെ ദർശനമായിട്ട് മഹിഷാസുരമർദ്ദി 3 പ്രതിഷ്ഠയാണ് അകത്ത്. അവിടെയും തൊഴുത് വലം വെച്ചിട്ട് കിഴക്കേ നട വഴിയാണ് പുറത്തേക്ക് നമ്മൾ തൊഴുത് ഇറങ്ങുന്നത്. അവിടെ പൂവും പ്രസാദം വാങ്ങി പടിഞ്ഞാട്ട് ദർശനമായിട്ട് ക്ഷേത്രപാലം. അവിടെയും വലം വെച്ച് തൊഴുത് വടക്ക് കിഴക്കായിട്ട് ബ്രഹ്മരക്ഷസ്, പിന്നെ താഴെ നാഗങ്ങൾ. അവിടെയും തൊഴുത് വലം വെച്ച് കഴിഞ്ഞ് നേരെ പ്രദക്ഷിണ വരി കൂടി എത്തുന്നത് വീണ്ടും ശ്രീമൂലസ്ഥാനത്താണ്. പ്രദക്ഷിണം വെക്കേണ്ട തൊഴേണ്ട രീതി ഇതാണ്.
അപ്പോൾ നമ്മൾ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെത്തിയ ആദ്യം നമ്മൾ തൊഴേണ്ടത് ഈ ശ്രീമൂല സ്ഥാനത്താണ് കേട്ടോ. കിഴക്കോട്ട് ദർശനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കന്നി ആയില്യത്തിന് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനുവേണ്ടി കലവറ നിറയ്ക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആൾക്കാർ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ശ്രീമൂല സ്ഥാനത്തുള്ള ഉമാമഹേശ്വരനെ ദർശിച്ച ശേഷം ഉണ്ണി ഗണപതിയെ കാണാനാണ് പോകുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കാരണം ഉണ്ണി ഗണപതിക്കാണ് മംഗല്യ പൂജ നടത്തുന്നത്. അപ്പം വിവാഹ കാര്യങ്ങളിലൊക്കെ ഉള്ള വിഘ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെയാണ്. അപ്പം അവിടെ നമ്മൾ പൂജ നടത്തുന്ന ആൾക്കാർ മാത്രമേ അകത്തോട്ട് ഇങ്ങനെ കടത്തി വിടത്തുള്ളൂ. അവിടെ കയറ് കെട്ടി ബാക്കി എല്ലാവരും അതിന് പുറകെ നിന്നാണ് തൊഴുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണി ഗണപതിയെ തൊഴുത ശേഷം പ്രദക്ഷിണം വെച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും. അവിടെ മഹാദേവൻ്റെ പ്രതിഷ്ഠയും ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയുമാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് കുറേ പടികൾ ഇറങ്ങി ഇങ്ങനെ പോകുന്ന വലിയൊരു വഴി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെയും എന്തെങ്കിലും പ്രതിഷ്ഠ കാണും എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കുറേ പടികളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങി വന്നപ്പോഴാണ് അവിടെ ആറാട്ട് കടവായിരുന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ഒരു സീനറി ആയിരുന്നു കേട്ടോ. സെറ്റ് സ്ഥലമായിരുന്നു, അടിപൊളിയാണ്. അതും നമ്മുടെ പ്രമോദ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാലത്തിനൊക്കെ ഒരുപാട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അതൊന്നും എന്താണെന്ന് നമ്മൾ അറിയാൻ നിന്നില്ല, ടൈം ഒരുപാട് ആയതുകൊണ്ട്. അപ്പോൾ ആറാട്ട് കടവിന് സമയത്ത് 5 ആനകൾ ഈ പടികൾ അത്രയും കഴിഞ്ഞ് താഴെ ഇങ്ങ് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. കൊട്ടിയിറക്കും കൊട്ടിക്കയറ്റവും എന്നാണ് പറഞ്ഞത്. മേളത്തോടു കൂടി 5 ആനകൾ താഴെ ഇറങ്ങി ആറാട്ട് കഴിഞ്ഞ് മേളത്തോടു കൂടി തന്നെ കയറുന്നതാണ് ആ ഒരു ചടങ്ങ്. പിന്നെ നമ്മുടെ തിരുമാന്താംകുന്നിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്കൊന്ന് സംസാരിക്കാം. അപ്പം മംഗല്യ പൂജയ്ക്ക് എത്തുന്നവർ കഴിയുന്നത് 9 മണിയോടുകൂടി അമ്പലത്തിൽ എത്തിച്ചേരണം. അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജിച്ച കറുകമാലയും വെറ്റിലയും തരും. അപ്പോൾ ആ വെറ്റില മുറുക്കുകയും വേണം. കറുകമാലയുടെ ഓരോ ഇതള് അതിപ്പം ഉണങ്ങിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശുദ്ധമായി ഇരിക്കുന്ന ദിവസങ്ങളിൽ അത് ചൂടുന്നത് നമ്മൾ നല്ല ഫലപ്രാപ്തിക്ക് വിശേഷമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ആട്ടങ്ങായേറ്. തുലാമാസത്തിൽ 1-ാം തീയതി കറുത്ത വാവിൻ നാളിലുമാണ് രാവിലെ പന്തീരടി പൂജയ്ക്ക് തൊട്ടു മുമ്പായി ഭക്തജനങ്ങൾ ഈ ഒരു ആട്ടങ്ങേറ് സംഭവം നടത്തുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഭദ്രകാളി ദേവിയുടെയും മാന്ധാതാവ് മഹർഷിയുടെയും ആ ഒരു യുദ്ധസമയത്ത് ആട്ടങ്ങകൾ കൊണ്ടിങ്ങനെ എറിഞ്ഞപ്പോൾ അതൊരു അസ്ത്രങ്ങളായിട്ട് മാറിയതും ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മാരകം എന്നോണം ആചരിക്കുന്ന ഒരു ആട്ടവിശേഷമാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്തജനങ്ങൾ രാവിലെ തന്നെ പിന്നെ മേളിലും താഴെയുമായിട്ട് ചേരി തിരിഞ്ഞ് നിൽക്കും. അതായത് ഭദ്രകാളിയുടെ ഭൂതപ്പടയും മാന്താതാവിൻ്റെ ശിഷ്യഗണങ്ങളും എന്ന രീതിയിൽ 2 പേര് ചേരി തിരിഞ്ഞ് നിൽക്കും. തിരുനട തുറക്കുന്ന സമയത്ത് ഇരു ചേരിയും ചേർന്ന് ദേവിയെ ലക്ഷ്യമാക്കി ആട്ടങ്ങ വർഷിക്കുന്നതോടെ ഈ ചടങ്ങ് സമാപിക്കും. അപ്പോൾ ഈ ഒരു ആട്ടങ്ങ എറിയുന്നതും ആട്ടങ്ങ ഏറ് കൊള്ളുന്നതും പരമപുണ്യമായിട്ടാണ് ഭക്തജനങ്ങൾ കണക്കാക്കുന്നത്. പിന്നുള്ളൊരു വഴിപാടാണ് തിരുമാന്താംകുന്നിലമ്മയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ വഴിപാടാണ് മിഥുനം കർക്കിടകം മാസങ്ങളിലായിട്ട് നടന്നു വരുന്ന ചാന്താട്ടം. അതായത് വിഗ്രഹത്തിന് നിത്യചൈതന്യം പകരുവാൻ പര്യാപ്തമായ ഈ വഴിപാട് ഭഗവതിക്ക് അമൃതാഭിഷേകത്തിന് തുല്യമാണ്. അതായത് ചാന്താട്ടം ഉള്ള ദിവസങ്ങളിൽ ഭഗവതിയുടെ ആ ഒരു സന്തോഷത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ ചെറുതായിട്ടെങ്കിലും ഒരു മഴ പതിവാണെന്നാണ് വിശ്വാസം. അപ്പോൾ ചാന്താട്ടത്തിന് വേണ്ടി 12 ലിറ്ററെങ്കിലും ചാന്താണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. തേക്കിൻ്റെ കറയാണ് ചാന്താട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉത്സവം, മഹാദേവൻ്റെ ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ പൂരക്കാലത്താണ് കേട്ടോ. അതായത് 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം തുടക്കം കുറിക്കുന്നത് മീനമാസത്തിലെ മകയിരം നക്ഷത്ര ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ തിരുമാന്താംകുന്നിൽ പോയപ്പോഴത്തേക്കും അവിടുന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ഐതിഹ്യങ്ങളും പൂജാവിധികളും പ്രതിഷ്ഠകളും ഒക്കെയും. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാണാനും ഒരുപാട് അറിയാനും ഉള്ളൊരു അമ്പലമായിരുന്നു തിരുമാന്താംകുന്ന്. എനിക്ക് ഒരുപാട് പുതിയ അറിവുകളായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പുതിയ അറിവുകൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോറ് ഉടുപ്പൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് തൊഴുതു, എല്ലായിടമൊക്കെ പോയി കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങാറായപ്പോഴത്തേക്കും ഒരു 10:30 ആയി. അപ്പോൾ താഴേക്കോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ നിറച്ച് കടകൾ 2 സൈഡിലും ഇതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ദേവൂട്ടന് ഒരു കുട്ടി ചെണ്ടയും പിന്നെ ബബിൾസ് ഇങ്ങനെ ഊതി വിടുന്ന ഒരു സാധനമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. അവ ഇങ്ങനെ പാത്രവും സ്പൂണൊക്കെ വെച്ചിട്ടിങ്ങനെ കൊട്ടുന്നത് കണ്ടിട്ട് ചെണ്ട വാങ്ങിച്ചു കൊടുത്ത് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ദിവസം കൊണ്ടേ ചെണ്ട അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ നമുക്കിവിടെ പോയപ്പോൾ ചെണ്ട കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്മൽ കടയൊക്കെ കണ്ടിട്ടോ, ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. പക്ഷേ നല്ല വെയിലും പിന്നെ കാപ്പിയൊന്നും കഴിക്കാതിരുന്നുകൊണ്ട് നല്ലപോലെ വിശപ്പും ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ കൂടുതൽ നിന്നില്ല. അപ്പോൾ ഇപ്പുറത്തെ ഒരു അമ്മമ്മ കുറേ വളകളൊക്കെ വെച്ചിങ്ങനെ വെയിലത്തേക്കിനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുറച്ച് 2-3 സെറ്റ് വളയൊക്കെ വാങ്ങിച്ചേട്ടോ. അങ്ങനെ അമ്മമ്മ കയ്യിൽ വളയൊക്കെ ഇട്ട് തന്നു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കളിമണ്ണ് കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ബുദ്ധൻ്റെ പ്രതിമയും നമുക്ക് പൂജ വയ്ക്കാൻ വേണ്ടി ഒരു കുട്ടി സരസ്വതിയെ വാങ്ങിച്ചു. അപ്പോൾ നേരെ കാർ പാർക്കിംഗ് ഇട്ടിരിക്കുന്നതിൻ്റെ അവിടെ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. നേരെ ഹോട്ടലിൽ കയറി. അവിടുന്ന് സിന്ധു ചേട്ടൻ ഒരു മസാല ദോശയും ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഇഡ്ഡലി വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, പിന്നെ കുഞ്ഞിന് ഇഡ്ഡലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഡ്ഡലി ഓർഡർ ചെയ്തത്. പിന്നെ അവൻ അധികം കഴിച്ചില്ല കേട്ടോ. അവൻ 2-3 പ്രാവശ്യമൊക്കെ കഴിച്ചിട്ട് പിന്നെ അവൻ കളി തുടങ്ങി. പിന്നെ ബാക്കി ഇഡ്ഡലി ഞാൻ കഴിച്ചു, ഒരു കോഫിയും കുടിച്ചു. ഇവിടെ തിരുമാന്താംകുന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞിരിക്കുന്നു. നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ ഒരു അമ്പലത്തിൽ പോയിട്ട് അവിടുത്തെ ഐതിഹ്യം എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബിലത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രമോദ് സാറ് ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഐതിഹ്യത്തിനെ കുറിച്ചൊക്കെ വളരെ ചുരുങ്ങിയ സമയം ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കൗണ്ടറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ടുള്ള ഇത്രയും അറിവുകൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചിന്തിച്ചിട്ട് ഒരു ബൈ പറഞ്ഞേ.